നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്കൂൾ സമയക്രമത്തിൽ സമസ്തയ്ക്ക് മുന്നിൽ വിദ്യാഭ്യാസ മന്ത്രി മുട്ടുമടക്കുന്നു. സമസ്തയ്ക്ക് വഴങ്ങി സമയപരിഷ്കരണത്തിന്മേൽ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറായ സർക്കാർ തീരുമാനം വെറും പ്രീണന രാഷ്ട്രീയമാണെന്ന് ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി R. അശ്വതി. കേരളത്തിലെ മദ്രസകൾക്കും ചില സംഘടനകളുടെയും തീരുമാനത്തിനും അനുസരിച്ചല്ല ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം മുന്നോട്ടു പോകേണ്ടത്. സമയമാറ്റത്തിൽ ഇനി ചർച്ചയില്ലെന്ന് പറഞ്ഞ അതേ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് സമസ്തയുടെ ഭീഷണികളെ ഭയന്ന് ചർച്ചയ്ക്ക് തയ്യാറായത് സർക്കാരിന്റെ നട്ടെല്ലില്ലായ്മയായാണ് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയപരിഷ്കരണങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ ഇനിയും താമസിപ്പിക്കരുത്. ഇപ്പോഴത്തെ സർക്കാർ നിലപാട് തികച്ചും വിദ്യാർത്ഥി വിരുദ്ധമാണെന്ന് അവർ പറഞ്ഞു. ഫാം തൊഴിലാളിയായ സ്ത്രീ അടുത്ത വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ. വീട്ടിൽ നിന്നും കാണാതായ സ്ത്രീയെ സമീപത്തെ വീട്ടുവളപ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളായണി കാർഷിക കോളേജിലെ ഫാം തൊഴിലാളി തിരുവല്ലം കുന്നുവിള വീട്ടിൽ ഉഷയാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. ഇവരുടെ വീടിന് സമീപത്തെ ജോയിയുടെ വീട്ടുവളപ്പിലെ കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 80 അടിയോളം താഴ്ചയുണ്ട് കിണറിന്. ഇന്ന് ഉച്ച മുതൽ ഉഷയെ കാണാനില്ലായിരുന്നു. തുടർന്ന് ബന്ധുക്കൾ തിരുവല്ലം പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് എത്തി നടത്തിയ തിരച്ചിലിനിടെ അയൽവാസിയുടെ കിണറ്റിന്റെ മുകളിലുള്ള വല മാറിക്കിടക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. പിന്നീട് വിഴിഞ്ഞം അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. അഗ്നിരക്ഷാസേനയാണ് മൃതദേഹം പുറത്തെടുത്തത്. സുഹൃത്തുക്കളോടൊപ്പം കുളത്തിൽ കുളിക്കുന്നതിനിടെ യുവാവ് മുങ്ങി മരിച്ചു. വെണ്ണിയോട് മെച്ചനക്കിഴക്കയിൽ അജയ് കൃഷ്ണയാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെ അരുമ്പറ്റക്കുന്ന് മാന്തോട്ടിലെ ബ്ലോക്ക് പഞ്ചായത്ത് കുളത്തിലായിരുന്നു അപകടം സംഭവിച്ചത്. നാട്ടുകാരും സന്നദ്ധ സംഘടനാ വോളണ്ടിയേഴ്സും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ മോചനം. നിർണായക ഇടപെടലുമായി കാന്തപുരം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇടപെടലുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. യമനിലെ ഒരു മതപുരോഹിതനുമായി ബന്ധപ്പെട്ടാണ് കാന്തപുരം ഇടപെടൽ നടത്തുന്നത്. കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനുമായും കാന്തപുരം സംസാരിച്ചു. ചാണ്ടി ഉമ്മൻ MLAയും വിഷയത്തിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നു. ആശാവഹമായ മറുപടി ലഭിച്ചതായും കാന്തപുരവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. നിപ്പ പേടിയിൽ സംസ്ഥാനം. 6 ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പാലക്കാട് ജില്ലയിൽ രണ്ടാമതും നിപ്പ രോഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ 6 ജില്ലകൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, തൃശൂർ ജില്ലകളിലെ ആശുപത്രികൾക്കാണ് നിർദ്ദേശം നൽകിയത്. പനി, മസ്തിഷ്ക ജ്വരം എന്നിവ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം. ആശുപത്രികളിലേക്കുള്ള അനാവശ്യ സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. രോഗികളോടൊപ്പം സഹായിയായി ഒരാൾ മാത്രമേ പാടുള്ളൂ. ആരോഗ്യ പ്രവർത്തകരും ആശുപത്രിയിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു.